ഡോക്ടർക്ക് എന്തെങ്കിലും? എനിക്ക് അതേ ഉള്ളൂ. ബുദ്ധിമുട്ട് ഞങ്ങൾക്കേ ഉള്ളു. പുള്ളിയെ കരുതി ആർക്കും ഒരു സ്വസ്ഥത തരില്ലേ. അല്ല, ആരോ പറഞ്ഞ പുള്ളിക്ക് തലയ്ക്ക് സുഖമില്ല എന്നുള്ളതാണോ? പറയേണ്ട കാര്യമില്ലല്ലോ, കണ്ടറിഞ്ഞൂടെ? അല്ല, അങ്ങനെ ഒരു വ്യക്തി നമ്മൾ അങ്ങനെ അവഹേളിക്കരുത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. സ്വാമി വിവേകാനന്ദൻ കേരള ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മളെല്ലാരും ഭ്രാന്തന്മാര് തന്നെ അല്ലേ? ഭ്രാന്തന്മാരല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ വട്ടമുണ്ട്, ചെറിയൊരു മെന്റൽ ഉണ്ട്. അത് ഞങ്ങൾക്ക് ചെറുത്, നിങ്ങൾക്ക് വലുത്. സ്ത്രീകളോടൊന്ന് കുറച്ച് മാന്യമായിട്ട് സംസാരിക്കാനൊന്ന് പറഞ്ഞ കൊള്ളായിരുന്നു. ഞാൻ കാണുന്നുണ്ട് നിന്നെ ഇവിടെ ഫുള്ള് കാണുന്നുണ്ട്. ക്യാമറയും വെച്ചോണ്ടേ ഞാൻ ഇവിടെ പഴം പുഴുകാനല്ലേ ഇരിക്കുന്നത്, മൊത്തം സ്ത്രീകളോട് മാന്യത പെരുമാറുന്ന അതിന്റെ ഇടയിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് വാ. ഞാൻ ഇവിടെ മാന്യമായിട്ട് തന്നെ ഇരിക്കണം, സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കാതെ കേട്ടാ. അളിയനെ ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല കേട്ടോ. എന്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാ ഞാൻ വിചാരിക്കുന്നത് അളിയനെ കാണാൻ പറ്റിയത്. അളിയനെ കാണാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ്. അളിയനെ പോലെ ഒരു ലെജൻഡിന്റെ വീട്ടിൽ നമ്മൾ താമസിക്കുന്നത് വലിയ സംഭവം അല്ലേ ശിബോളിയ? അല്ല, എന്നെയാണ് അളിയാന്ന് വിളിച്ചത്. അതെ, എന്റെ കുഞ്ഞമ്മേരെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ചെന്നിട്ടുണ്ടാ? അയ്യോ അതല്ലേ, നിന്റെ കുഞ്ഞമ്മേരെ മോളെ എന്റെ ഉടപ്പുറത്തും കെട്ടിട്ടുണ്ടാ?